ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മുടിയൊക്കെ നല്ല ഇത്രയും പ്രായമായിട്ടുമൊക്കെ നല്ല കരുത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നതാണ്. നല്ല കട്ടിയായിട്ട് എൻ്റെ മുടിയൊക്കെ നേരത്തെ ഒരുപാട് പൊട്ടി പോവായിരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. ഇപ്പോൾ പൊട്ടിപ്പോവല്ല, ഇപ്പോൾ ഇങ്ങനെ കിളുത്തിറങ്ങുക മുടി. കണ്ടോ, എല്ലാം ഇറങ്ങി വരിക. ഇത് കണ്ടോ, മുടി കിളുത്ത് ഇറങ്ങുന്നതാണ് ഇവിടുന്ന് എല്ലാം. കണ്ടോ, നല്ല രീതിയിൽ മുടി വളർച്ച വരും. കണ്ടോ, മറ്റേ ഇങ്ങനെ പൊട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല മുടി നല്ല രീതിയിലായിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുണ്ട് മുടി. അപ്പോൾ ഇനി നമ്മൾ കിട്ടാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. ഹലോ ചക്രികളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഒരു പ്രായഭേദമന്യേ ഇപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും നമുക്ക് പ്രായമായവർക്കായാലും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താരനും മുടി കൊഴിച്ചിലും അല്ലേ. അപ്പോൾ ഈ താരൻ മെയിനായിട്ടും താരൻ മൂലവും മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ പ്രായമായവർക്ക് ടെൻഷൻ, പിന്നെ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ, അതുപോലെ അങ്ങനെ ഉറക്കക്കുറവ്, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ, ഹോർമോണിൻ്റെ വ്യതിയാനം, കുറച്ച് ഏജ് ആയവർക്ക് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടൊക്കെ ഈ ഒരു മുടി കൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ടാവും. പിന്നെ താരൻ വരും, സ്കാൾപ്പൊക്കെ ഡ്രൈ ആയി പോവും, മുടി പൊട്ടിപ്പോവുക. അപ്പോൾ ഒരുപാട് പേര് എന്നെ അങ്ങനെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. നല്ല റിസൾട്ടാണ്. നമുക്കൊരു 5-6 ദിവസം, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം കാണാൻ സാധിക്കും നമ്മൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ. വെറുതെ പറയുകയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണേ. കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്കിത് ചെയ്ത് കൊടുക്കുക, യാതൊരു പ്രശ്നവുമില്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള വെറും നിസ്സാര സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു നമ്മൾക്ക് സ്കാൾപ്പിലൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയിട്ട് നമ്മുടെ ആ റൂട്ടിൽ നിന്നൊക്കെ മുടി പൊട്ടി വരും. ആ ഒരു വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ മുടി ഹെയർ വരാനായിട്ടൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നെന്താണ്, നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ലവണ്ണം മാറി നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നതും താരനൊക്കെ മാറി നല്ല രീതിയിൽ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു പോലെ കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എന്നാൽ എല്ലാവരും ഒന്ന് ഓടി വന്നേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് കൊച്ചുള്ളിയാണ് കേട്ടോ. സവോള വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊച്ചുള്ളിയാണ്. അപ്പോൾ ഈ കൊച്ചുള്ളി നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. എന്തായാലും ഒരു വലിയ ഉള്ളി ആണെങ്കിൽ 5-6 ഉള്ളി എടുത്താൽ 6 ഉള്ളികൾ എടുത്താൽ മതി. ചെറിയ കുഞ്ഞുള്ളികളാണെങ്കിൽ ഒരു 10-12ഓളം ചെറിയ കുഞ്ഞുള്ളികൾ എടുക്കണം കേട്ടോ. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി, ഒരു 5-6 എണ്ണം മതി. അപ്പോൾ ഇത് നല്ലതായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണമെങ്കിൽ ഒന്ന് ചതച്ചാൽ മതി, ഇടികളിലിട്ട് ചതച്ചാലും മതി, നല്ലവണ്ണം ചതച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കുക. ഒരുപാട് പേസ്റ്റ് പോലൊന്നും ആക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കണം എന്ന് പറഞ്ഞാൽ ആ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് ചതഞ്ഞരഞ്ഞ് വരണം. ഒരുപാട് അരയണ്ട, നമുക്ക് അതിനകത്തുനിന്ന് നല്ലതായിട്ട് ആ ഒരു ജ്യൂസ് കിട്ടണം. അതേ രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റായിട്ട് അരഞ്ഞ് പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ്, മുടിയിലല്ല നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാനിത് പോയി നല്ലതായിട്ടൊന്ന് മിക്സിയിലൊന്ന് നല്ലതായിട്ടൊന്ന്, ഒരുപാട് അരയല്ല, കുറച്ചൊന്ന് അരച്ചുകൊണ്ട് ഒന്ന് ചതയ്ക്കുന്നതിനായിട്ട് കുറച്ചും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഉള്ളി ഇതേ പരുവത്തിലാണ് കേട്ടോ. അത് കണ്ടോ, ഇതേ പരുവത്തിലൊന്ന് ഒത്തിരി അരഞ്ഞും പോരുത്, ഒരു മീഡിയം ഇതിലായിട്ട് നമുക്കൊന്ന് ചതയ്ക്കുന്നതിനായിട്ട് കൂടുതൽ കുറച്ചും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരയണം കേട്ടോ. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ണ് നീറുന്ന ഉള്ളിയുടെ നീരുണ്ടല്ലോ നമുക്ക്, ഈ ഒരു ഗ്യാസല്ലേ. അപ്പം നമുക്ക് ഇത് ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിലോ ഒന്നും സൂക്ഷിക്കരുത്, അപ്പോൾ എടുത്ത് യൂസ് ചെയ്യണം. അപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്, അല്ലാതെ ഒരു റിസൾട്ടും കിട്ടത്തില്ല. ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ച് സമയം കളയണ്ടല്ലോ, അത് പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ വരാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഉള്ളിനീര് നല്ലതായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിനീരിനകത്ത് അപ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഉള്ളിക്കകത്ത് വെള്ളം ഒഴിച്ച് അടിക്കണോ, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു തുള്ളി പോലും ഉള്ളിയിൽ വെള്ളം ഒഴിക്കരുത്. സവോളയാണെങ്കിൽ അതിനകത്ത് വെള്ളം, സവോള എടുക്കാതിരിക്കും നല്ലത് കേട്ടോ. സവോള കുഴപ്പമില്ല, എങ്കിലും ഉള്ളിയാണ് കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു ഉള്ളിനീര് നമ്മൾ പിഴിഞ്ഞെടുത്തത്. കണ്ണ് നീറുന്നേ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 2 വലിയ ടേബിൾ സ്പൂൺ നിറച്ച് കിട്ടും. അപ്പോൾ ഇനിയാണ് നമുക്ക് അടുത്തത് ഇനി ഞാനത് കാണിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇനി ഇത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പം അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ അടുത്തത് കാണിക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക്
1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ കൂടത്ത് 1/2 ടീസ്പൂണ് നമ്മുടെ ആവണക്കെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളത്തിനകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കുക, ഡയറക്റ്റ് ചൂടാക്കരുത്. നല്ലവണ്ണം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. തിളയ്ക്കണ്ട, നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടായ നോക്കാം. അപ്പം നല്ലവണ്ണം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്താം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിനീര് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ചൂടായ വെളിച്ചെണ്ണയെ നമ്മുടെ ആവണക്കെണ്ണയുടെ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഒരു ചൂടും എന്നാലും ചെറു ചൂട് നമുക്ക് കിട്ടും. അതിനായിട്ട് നമുക്ക് നല്ലതായിട്ട് ചൂടാക്കി എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞ് ചെറിയ ക്യാപ്സൂൾ കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ തല ചൊറിച്ചിലും താരനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തുളസി നീരും അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയുടെ നീരും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് തെക്കുമ്പോൾ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വരും. നമുക്ക് വലിയവർക്കും ഇങ്ങനെ അലർജിയും കഫക്കെട്ട ജലദോഷമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്ത് അതിനകത്ത് മിക്സ് ചെയ്ത് തേക്കുമ്പം വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഒന്നുമില്ലാത്തവർക്ക് ഇങ്ങനെ ഡയറക്റ്റ് തന്നെ തേക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തേച്ച് പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ കാണിക്കണ്ടേ? അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ചടയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പാർട്ടീഷൻ എടുത്തിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് ചടയൊക്കെ ഒന്ന് കളയാം. ഓടക്കൊക്കെ ഒന്ന് കളയണേ. എന്നിട്ട് ഇതൊന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ ഈ ചീപ്പിൻ്റെ ഇച്ചിരി പല്ലകലമുള്ള ആ ഭാഗം വെച്ചാൽ നമ്മൾ ചെയ്യാവുള്ളൂ. പല അടുപ്പമുള്ള ഭാഗം വെച്ചും ചെയ്യുക. മുടി പൊട്ടിപ്പോവും കേട്ടോ. അപ്പം ഞാൻ മുടി നന്നായിട്ട് നല്ലപോലെ എന്താ പറയുക ചീവി 2 സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഞാനിങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. നല്ല കട്ടിയോടൊക്കെ വളരാനായിട്ട്. പിന്നെ എൻ്റെ ഈ ഒരു എണ്ണയും ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഈ എണ്ണ നല്ലതാണ്. മുടി നല്ലതായിട്ട് കറുപ്പ് നിറവും നമ്മുടെ നരമുടി കുറയാനായിട്ടൊക്കെ നല്ല എണ്ണയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മുടിയൊക്കെ നല്ല ഇത്രയും പ്രായമായിട്ടുമൊക്കെ നല്ല കരുത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നത്. നമ്മൾ തേക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്കാൾപ്പിലാണ് തേക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കോട്ടൺ എടുക്കാം. ഈ കോട്ടൺ വെച്ച് തേക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഈ കോട്ടണിൽ നമ്മൾ മുക്കുമ്പോൾ കുറച്ച് കുടിച്ചിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ തേക്കണം. എന്നിട്ട് നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കറക്റ്റ് രീതിയാണ് നമുക്ക് എന്താണ് മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ 2-3 ഇതായിട്ട് നമുക്ക് തേക്കാം. പിന്നെ നമുക്ക് ഒന്നുകൂടെ കോട്ടൺ മുക്കിയാൽ മതി. കൈ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു എണ്ണയ്ക്കകത്തോട്ട് കൈ മുക്കേണ്ട വരും. ഇനി നമുക്കൊന്ന് കോട്ടൺ അതിനകത്തേക്ക് മുക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ സ്കാൾപ്പ് എടുക്കുക, തേക്കുക. ഇങ്ങനെ വകഞ്ഞ് തേച്ചാൽ മതി. നമുക്കൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വരത്തുള്ളൂ. മക്കൾക്കൊക്കെയാണ് നമുക്ക് തേച്ച് കൊടുക്കാം. ആ ഭാഗം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തേക്കാൻ അറിയത്തില്ലാത്തത് കാണിച്ചു തരുക കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമുണ്ട് തേക്കാൻ. ഇങ്ങനെ തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു സ്കാൾപ്പ് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്കാൾപ്പ് നന്നായിട്ടൊന്ന് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്നു. ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പം ഞാൻ മുടിയിലെല്ലാം തേച്ചു. അപ്പോൾ ഇത് എല്ലാവരും ഓർക്കും ഇത് താഴെ തലമുടിയിൽ തേക്കണമെന്ന്. വേണ്ട, ഇത് സ്കാൾപ്പിൽ മാത്രം ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം തലമുടിയിൽ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, സ്കാൾപ്പിൽ മാത്രം മതി. നല്ലപോലെ നമ്മുടെ തലയിലെ ചൊറിച്ചിലൊക്കെ മാറും. അതുപോലെ തന്നെ താരം മാറും. ഈ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? മസാജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ മസാജ് മാത്രം ഞാൻ കാണിച്ചു തരാം. മസാജ് ആണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു മസാജ് കാണിച്ചു തരാം. മസാജ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മസാജ് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്തത് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു മസാജ് കൊടുക്കുക.
ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നമ്മളിത് എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ കൈ, എനിക്കത് സ്വഭാവമായിട്ട് കൈക്ക് വേദന ഉള്ളതുകൊണ്ട് കൈ കഴിക്കും. അപ്പം ഞാനിങ്ങനെ കൈ കൊണ്ട് മാറി 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 ചെയ്യും. ഇത് ഒരിടത്ത് നമുക്ക് നിന്നുകൊണ്ടല്ല, ഒരിടത്ത് ഇരുന്നുകൊണ്ട് പതുക്കെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പരിപാടിക്ക് ഇരുന്നാൽ മതി. കാരണം അതാണ് നല്ലത്. നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന ആളോ നല്ലത്, അല്ലാതെ നമുക്ക് ധൃതി വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ച് സമയം കണ്ടെത്തി തന്നെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം കൈയൊക്കെ കഴിക്കുവാണെങ്കിൽ മാത്രം നമുക്കിങ്ങനെ മാറി മാറി കൊടുക്കാം. നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ വെറുതെ ഒരു കാര്യം തലയിൽ തേച്ച് കൊടുത്തിട്ട് വെറുതെ വാഷ് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ റൂട്ടിൽ നിന്നൊക്കെ മുടി നന്നായിട്ട് പൊട്ടി വരുന്നത് കേട്ടോ. അരമുടി കുറയാൻ സഹായിക്കും, അതായത് വെളുത്ത മുടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പം ഞാനിതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാൻ സഹായിക്കും. നല്ല സ്റ്റിമുലേറ്റ് ചെയ്ത മസാജൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാട്ടോ സമയം നീണ്ടു പോകുന്നത്. ഇനി കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അയ്യോ മസാജ് എങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു തരാമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സംരക്ഷിച്ചിരിക്കുന്നുണ്ടോ, ഒരു നരമുടി പോലും, ഒറ്റ നരമുടി ഒന്നുമില്ല. ഇതുവരെയായിട്ട് മുടി നരച്ചിട്ടുമില്ല കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് സിമ്പിൾ മസാജാട്ടോ. മസാജ് ഒരുപാടുണ്ട്. ഹെഡ് മസാജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ തേച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മസാജുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പല ടൈപ്പിൽ കാണിക്കും. നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ അടിക്കും, അയ്യോ ഏതാ ചെയ്യേണ്ടത്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മസാജാണ്. അപ്പം നമുക്ക് മുഖമൊക്കെ വേർക്കും നമ്മുടെ തലയിൽ മസാജ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് കിട്ടും. അപ്പം നല്ല ഇതുപോലൊരു മസാജ് കൊടുക്കുക. ഇനി അടുത്ത ഇതാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് ഞാൻ ഈ സ്പീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് സ്പീഡാണ്. അതൊക്കെ സോഫ്റ്റായിട്ട് ചെയ്യുന്ന, ഒരുപാട് പ്രഷർ കൊടുത്ത് തലയിൽ ചെയ്യുന്ന നമുക്ക് തലവേദന എടുക്കുവേ. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാവുള്ളൂ. ഇതൊക്കെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കും അയ്യോ തലയിൽ പിടിച്ച് പുലുക്കുവാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുക. മൊത്തം എല്ലാം കൂടെ നമുക്കൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഞാനൊരു 5 മിനിറ്റോളം എൻ്റെ തലയിൽ മസാജ് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യാം. അടുത്തത് കോമ്പ് ചെയ്യാം. അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ നമുക്ക് പല്ലകളിച്ചുള്ള ആ ഭാഗം വെച്ച് മാത്രമേ കോമ്പ് ചെയ്യാവുള്ളൂ. നല്ലപോലെ ജടയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് തലമുടി ചീവി, നമുക്ക് നല്ലവണ്ണം ചീവി ജടയെല്ലാം കളഞ്ഞ് ചീവി നല്ലപോലെ ഒന്ന് കെട്ടിവെക്കാം. ഞാൻ തലമുടിയെല്ലാം ചീവി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, സന്ധ്യയ്ക്ക് ഇതൊന്നും ചെയ്യാതിരിക്കുക. നേരം പകൽ തന്നെ ചെയ്യുക. രാത്രിയിൽ ഒന്നിട്ട് ചെയ്ത് ചിലപ്പോൾ ചിലർക്ക് ജലദോഷമൊക്കെ കാര്യങ്ങളുണ്ടാവും. പൊതുവെ അലർജിയും കാര്യങ്ങളും ജലദോഷമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ജാസ്നാദിപ്പൊടി ഉച്ചിയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കെട്ടിവെക്കുക. 20 മിനിറ്റ് ശേഷം നമുക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷാമ്പു ഉപയോഗിച്ച് ചെറുതായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ താളി ഉപയോഗിക്കാം. താളി ഉപയോഗിക്കുമ്പോൾ കുറച്ച് താളിപ്പൊടിയൊക്കെ തലയിലൊക്കെ പറ്റിയിരിക്കും. പിന്നെ അത് ഡാൻഡ്രഫിന് കാരണമാവും. അതുകൊണ്ട് മൈൽഡ് വീര്യം കുറഞ്ഞ ഷാമ്പു ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് ഡ്രോപ്സ് എടുക്കുക. വെള്ളം കുറച്ച് കൂട്ടി ഡൈല്യൂട്ട് ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ഒരാഴ്ച 2 പ്രാവശ്യം ചെയ്തു പോകണം. കുട്ടികൾക്കും ചെയ്യാം കേട്ടോ. എത്ര കുഞ്ഞു കുട്ടികൾ, അത് 3 വയസ്സുള്ള പിള്ളേർക്കും ആർക്കും ചെയ്യാം. അവർക്ക് ചെയ്യുമ്പം തലയിൽ അധികം നേരം വെക്കണ്ട, ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് അവരുടെയൊക്കെ ഷാമ്പു ഉപയോഗിച്ചൊന്ന് കഴുകിക്കളയുക. ഇത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും
ബൈ ബൈ.